ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. അമ്മയുടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. എന്തിന്? അവിടെ ചക്ക കണ്ടോ? ചക്ക ഉണ്ട്, ഏ ഉണ്ട്, ചക്കയിൽ നിറച്ച് മുള്ളുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ ഉം, ചില മനുഷ്യന്മാരുണ്ടാവും. ഉം, അവർക്ക് എങ്ങനെ അറിയോ? ഉം, യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിലിടതൊന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല. ഉം. എന്നുവെച്ചാൽ അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണ് കേട്ടോ. അത് പ്രകടിപ്പിക്കാൻ നന്നായി അറിയുന്ന വ്യക്തികൾ ജീവിക്കാൻ പഠിച്ച വിദ്വാൻമാരാണ്. അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ചില വ്യക്തികളുണ്ട്. അവർ ഈ തലയാട്ടിന വ്യക്തികളും അതിൽ പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അവരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്നെയാണോ? ഈ മുള്ളുള്ള ചക്ക പോലെയാണ്. ഉം, പക്ഷേ ഉള്ള് നല്ല മധുരമുള്ള പഴം ഉണ്ടാവും. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ കാണുന്ന കാഴ്ചയിലല്ല ഭംഗി. മനസ്സിലായില്ലേ? ഓരോ വ്യക്തികളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ ഒക്കെ നമ്മളൊരു പുറഭംഗി കണ്ടൊരു സ്നേഹിക്കുന്നവർ ഒരുപാട് കൂടുതൽ ആൾക്കാരുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അതാണ് ഞാൻ ആ ചക്കേനെ പറഞ്ഞത്. മനസ്സിലായത്? ദൈവം കണ്ടില്ലേ അത്രയും മുള്ളു നിറച്ച ചക്ക ആദ്യമാനവനൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതിനെ ഒഴിവാക്കി പോയിണ്ടാവും. പകരം നല്ല പഴുത്ത മാങ്ങ എടുത്ത് മുറിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനോടൊരു പുഴു കണ്ടുണ്ടാവും. എന്നിട്ട് ചിലതിനൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോഴേലും വീണ് കിടക്കുന്ന ഒരു ചക്ക കണ്ടിട്ട് എന്താ ഇത് സാധനം വന്നിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അയ്യോ ഇത്രയും മുള്ളു നിറച്ച് ഭംഗിയില്ലാണ്ട് ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും രുചികരമായ ഒരു പഴം ഉണ്ടെന്ന് അപ്പോഴായിരിക്കും മനസ്സിലായിണ്ടാവുക. അതേപോലെ കാലങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരികയാണ് കേട്ടോ. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാത്തിനും മാറ്റായി. പണ്ടത്തെ കാലത്തൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക. പണ്ടത്തെ കാലത്തൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാരെ വിളിക്കാൻ പറ്റും. എത്ര ഗതിയില്ലാത്ത ഒരു ഇഷ്ടംപോലെ ആൾക്കാരെ വിളിച്ച് അടക്കിയോ? അല്ല, നാട്ടിലുള്ള എല്ലാവരും. ഓ അങ്ങനെയല്ലേ അമ്മ പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ നാട് എല്ലാവരും വിളിക്കും, അങ്ങനെയാണ് അമ്മ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ എല്ലാവരും വിളിച്ച് അപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവരൊക്കെ വിളിച്ചെടുക്കുക. ഇന്ന് അതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ചെറുക്കനും പെണ്ണും തീരുമാനിക്കും. എൻ്റെ കുടുംബത്തിൽ നിന്ന് 25 പേര്, നിൻ്റെ കുടുംബത്തിൽ നിന്ന് 25 പേര്, ആകെ 50 പേര്, ഒരു കടൽ തീരം അല്ലെങ്കിൽ ഒരു കാട്, അതിൻ്റെ ഉള്ളിൽ അവിടെ ചിലപ്പോൾ കുറേ വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം വേസ്റ്റാക്കിയിട്ട് ആ കാട്ടിൽ തന്നെ കടഞ്ഞു വരുന്നൊരു സമ്പ്രദായമാണ്. അതിൻ്റെ പോരാത്തതിന് ഈ 50 പേർക്കടക്കം പരസ്പരം അറിയില്ല. ചെറുക്കൻ്റെ അതാരാണ്, അല്ലാതെ പെണ്ണിൻ്റെ ഇതാരാണ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് മൈക്കെടുത്ത് പറയാൻ വേറൊരു വിദ്വാനുണ്ടാവും. അപ്പോൾ അവൻ പറയും ഈ കയറി വരുന്നതാണ് ചെക്കൻ്റെ അച്ഛൻ, ആ കയറി വന്നതാണ് പെണ്ണിൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ വന്നു. യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങൾ നമ്മളെപ്പോഴും പറയുമല്ലോ, ബന്ധങ്ങൾ എന്ന് പറയുമല്ലോ. ഈ ബന്ധങ്ങളൊക്കെ തവിടുപൊടിയായി പോയിട്ട്, ബന്ധങ്ങൾക്കൊന്നും അർത്ഥമില്ലാണ്ടായി പോയിട്ട്, കല്യാണമൊക്കെ 50-ലോ 100-ലൊക്കെ ഒതുങ്ങുമ്പോൾ ഇനി ചിലപ്പോൾ ചെക്കനും പെണ്ണും മാത്രം മതി എന്നൊരു കാലം വന്നേക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരുപാട് പേരിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ സംതൃപ്തിയായി ഭക്ഷണം കഴിച്ച് മനസ്സിൻ്റെ ഒരു തൃപ്തിയും കൊണ്ട് അവർ അനുഗ്രഹിച്ച് പോകുന്നൊരു ശുഭദിനമായിരിക്കണം കല്യാണം എന്ന് പറയുമല്ലോ. അപ്പോൾ ഒരുപാട് പേരിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഏതാണ്ട് അധ്വാനമൊക്കെ എടുത്തിട്ട് ചെക്കൻ്റെയും പെണ്ണിൻ്റെ കല്യാണത്തിനൊക്കെ ചിലവാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ദിനം പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഇതെൻ്റെ മകളുടെ ആയാലും മകൻ്റെ ആയാലും ഈ നാടത് ഓർത്തിരിക്കണം എന്നൊരു ചിന്തയും കൊണ്ട് ആ കാലഘട്ടം മാറിയിട്ട് 50 രൂപ ഓർത്താൽ മതി. അന്ന് 10,000 രൂപ ഉണ്ടാക്കുന്ന സാധനം ഇന്ന് 10 ലക്ഷമോ 1 കോടി രൂപ ഉണ്ടാക്കിയാലും ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു കാലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ തവിട് പൊടിയായി തുരുമ്പ് പിടിച്ച് ചങ്ങല പൊട്ടിപ്പോകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇത്രയും നേരം നിനക്ക് ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത്ര ചെറുതായിട്ട് ചോദിക്കായിരുന്നില്ലേ? ഇതാണ് നമ്മുടെ മുഖത്തൊരു ഭാവം. ഇത്ര ചെറുതായിട്ടൊന്നും ചോദിക്കായിരുന്നില്ലേ? എന്തപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം? ഞാൻ പറയട്ടെ, അല്ല അമ്മ തന്നെ പറയണം, പിന്നെ നമ്മുടെ സ്ഥാനത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റും? എന്താ പറയാ, ഈ വയസ്സിന്റെ ഇടയ്ക്കുള്ള ഒരു ചില അനുഭവങ്ങളുണ്ട്. അമ്മ ഈ വയസ്സിന്റെ ഇടയ്ക്കുള്ള അനുഭവങ്ങൾ മുഴുവൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം പിടിക്കേണ്ടി വരും. കുറച്ച് അപ്പൊ തൊട്ട് കണ്ടതാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, അന്നൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ നാടടക്കം എല്ലാവരും വിളിക്കും, ഒക്കെ ശരിയാ. പിന്നെ ഇപ്പോൾ ഇല്ലാത്തവരുടെ കല്യാണം, ഇല്ലാത്ത ഒരാളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവരൊന്നും ചോദിക്കാണ്ട് തന്നെ അവര് സഹായിക്കും. അപ്പോൾ അത് ആ സഹായമില്ലേ, മറ്റു ഈ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്നുള്ള രീതിയിൽ ഒരൊറ്റ മനുഷ്യൻ അറിയില്ല ഇന്ന ആള് ഈ സഹായം ചെയ്തു എന്നുള്ളത്. അവര് പറഞ്ഞിട്ട് അറിയണം ചിലപ്പോൾ. ആര് ഇന്ന ആള് എൻ്റെ മകളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മോൻ്റെ കല്യാണത്തിനോ ഇങ്ങനെ തന്നു എന്ന് പറയണം. അല്ലാണ്ട് ആ കൊടുത്ത ആൾ പറയില്ല. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിലേക്ക് ഒരുപാട് പേര് വരുമ്പോൾ അതിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും അവർക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത്. അപ്പം ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ അമ്മ പറയും, അതെ ഇത് പോയിട്ട് ആരോടും പറയരുത് കേട്ടോ എന്ന് പറയും. എന്തിനാണ് പറയുന്നത്?
നമുക്ക് ബുദ്ധിയില്ല, കുട്ടികളല്ലേ, ആരോടൊന്നും പോയി പറഞ്ഞ് അവർക്ക് അതുകൊണ്ടൊരു നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാവും. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ കടന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നല്ലോ, ഓരോരോ അനുഭവങ്ങൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ, നമ്മുടെ ഈ കൈയില്ലേ, ഒരിക്കലും ആകാശത്തേക്ക് നോക്കരുത്, ആകാശത്തേക്ക് നോക്കരുതല്ല. ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, അത് എപ്പോഴും ഭൂമിയിലേക്കായിരിക്കണം ഈ കൈ. ആകാശത്തേക്ക് എന്ന് പറഞ്ഞാൽ ആകാശം എത്ര ഉയരത്തിലാണ് അല്ലേ, ആകാശത്തേക്ക് കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഒരു കൂട്ടുകാരാവട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളാവട്ടെ, അല്ലെങ്കിൽ ആരായാലും ഏത് ബന്ധമാണെങ്കിലും എത്ര അടുത്ത ബന്ധമാണെങ്കിലും നമ്മളിങ്ങനെ കൈ നീട്ടരുത് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോൾ. മനസ്സിലായോ? ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വല്ലതും ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. അപ്പം എല്ലാ ബന്ധങ്ങളും നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ആകാശം എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലാണ്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ നീട്ടിക്കഴിയുമ്പോൾ ആ ബന്ധങ്ങൾ ആകാശത്തേക്ക് അകന്നു. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും ഈ ലോകത്ത് പല മാർഗ്ഗങ്ങളുണ്ട്. പൈസ വേണം, നമുക്കില്ലെങ്കിൽ കടം മേടിക്കേണ്ടി വരും, അതൊക്കെ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ നിന്നും മേടിച്ചു കഴിഞ്ഞാൽ എന്താവെന്ന് പറഞ്ഞാൽ, കൈ ഒരിക്കലും ആകാശം നോക്കരുത്. ആകാശം നോക്കിക്കഴിഞ്ഞാൽ ആകാശം എത്ര അകലെയാണ് ഭൂമിയിൽ നിന്നും അത്ര അകലത്തേക്ക് നിങ്ങളുടെ ബന്ധം പോവും. ഒരുപാട് എകരങ്ങളിൽ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച നിങ്ങളുടെ ആ വിഗ്രഹം പൊട്ടിത്തകർന്ന് നിലത്ത് വീണ് വെറും മൺപൊടിയാവും. ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ബന്ധങ്ങൾ നശിച്ചു പോണത്. അല്ലാണ്ട് ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കലും മേടിക്കലും ഒന്നും ഇല്ലെങ്കിൽ ഒരു കാലത്ത് നശിച്ചു പോയി. എന്നാണോ പണം സംസാരിക്കാൻ തുടങ്ങുന്നത്, ഈ പണം സംസാരിക്കുന്നത് എപ്പോഴറിയോ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു, നമ്മളൊരാളുടെ അടുത്ത് കടം മേടിച്ചു, ആ സമയത്ത് നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീണ്ടും നമ്മളൊരാളുടെ അടുത്ത് കടം മേടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവർക്ക് അങ്ങോട്ട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഒരുപാട് ചെറുതായി പോവും. നിങ്ങളുടെ ആ വ്യക്തികളുടെ മുമ്പത്ത് ഒരുപാട് ചെറിയ വ്യക്തികളായി പോവും. അതുപോലെ തന്നെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിലേക്ക് നോക്കണം. കാരണം കൊടുക്കാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിത്തും കുഴിച്ചിട്ടാലും അതിന് എന്തെങ്കിലും ഒരു ഫലം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമുക്കതിന് എടുക്കാൻ പറ്റും. ആകാശത്ത് എന്തെങ്കിലും പൊട്ടിച്ച് നമുക്ക് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ആകാശത്തിൻ്റെ അത്ര അകലെ നമ്മുടെ ബന്ധങ്ങളാവാൻ കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ന് അവരെ സമീപിക്കുന്നു ആ നിമിഷം കുറിച്ചോളണം, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോളണം, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോളണം. നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉറഞ്ഞു പോയി, തകർന്നു പോയി, പിന്നെ ഒരിക്കലും അതുപോലെ വരില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ, കൊള്ളപ്പലിശയ്ക്ക് മേടിക്കേണ്ടി വന്നാലും ഒരിക്കലും ബന്ധങ്ങൾ നശിക്കേണ്ടെന്നുള്ള ചിന്തയുള്ളവർ ബന്ധുക്കളോട്, നല്ല ആത്മബന്ധമുള്ള സുഹൃത്തുക്കളോട് മേടിക്കരുത്. പതിയെ നിങ്ങൾ ഇറങ്ങിപ്പോകും. എൻ്റെ ചെറുപ്പം ഉള്ളതിൽ കാണുമ്പോൾ ആ ബന്ധങ്ങൾ കൊടുത്താലും വാങ്ങിച്ചാലും ആ ബന്ധങ്ങൾക്കൊരു ദൃഢത ഉണ്ടായിരുന്നു. അതിൻ്റെതായ റെസ്പെക്റ്റ് അവർക്ക് എന്നും ഏത് കാര്യത്തിലും കൊടുത്തിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ അമ്മയ്ക്ക്? അന്നത്തെ കാലങ്ങളിൽ പൈസേനെക്കാട്ടിലും വില മതിക്കേണ്ടുന്നത് ബന്ധങ്ങളൊക്കെ ആയിരുന്നു. ഇതെൻ്റെ അനിയനാണ്, ഇതെൻ്റെ ചേച്ചിയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ്, പൈസേനെക്കാട്ടിലും വലുത് ഈ ബന്ധങ്ങളാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നു. ഇന്നുള്ള തലമുറ ചിന്തിക്കുന്നത് പണത്തിനെക്കാട്ടിലും വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല, ഇതുണ്ടെങ്കിൽ ലോകത്ത് എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്, ഇതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള അന്ധമായ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചോദിക്കാതെ ജീവിക്കുകയാണ് നല്ലത്. അതുപോലെ പണ്ടൊക്കെ ഈ ജാതകം കൊടുക്കുക അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാകുന്നതൊക്കെ അത് മാമനെ കൊണ്ടാണ് ചെയ്യിക്കുക. കാരണം ആ മാമൻ ദരിദ്രനായിരിക്കാം ചിലപ്പോൾ, പക്ഷേ അവരെ കൊണ്ട് ചെയ്യിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മാമൻ്റെ സ്ഥാനത്ത് ഒരാൾ, അയാൾ ഇത്തിരി നല്ല ധനികനോ നല്ലൊരു എന്താ പറയുക അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ മാമൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അന്ന് അങ്ങനെയല്ല. ബന്ധങ്ങൾക്ക് ഒരുപാട് വിലയുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പ്രായമായി, ഞങ്ങളുടെ ജീവിതമൊക്കെ കഴിഞ്ഞു, ഞങ്ങളിനി എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ബന്ധങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ ആകാശത്തേക്ക് കൈനീട്ടാതെ ഭൂമിയിലേക്ക് കൈനീട്ടു. അപ്പോഴേ നിങ്ങളുടെ ബന്ധം ദൃഢതയോടെ ഉണ്ടാവും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ ചിലപ്പോൾ കൊള്ള പലിശയ്ക്ക് എടുത്തിട്ടായിരിക്കുക, അതിന് നിങ്ങൾക്കൊരു അഭിമാനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായി. ഇന്നത്തെ തലമുറയോടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ തലമുറയിലൊക്കെ കഴിഞ്ഞു പോയി ആ ബന്ധങ്ങളൊക്കെ അങ്ങനെ ദൃഢതയോടെ നിർത്തലും ആ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ വളർന്നു വരുന്ന പക്ഷെ അതേ ഇന്നത്തെ തലമുറയോട് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അമ്മ പറഞ്ഞില്ല കൈ നീട്ടരുത് എന്ന് പറഞ്ഞ അവിടെ തന്നെ ഒരു കാര്യം കൂടി ആ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. കാരണം എന്താ അറിയോ, ഈ പണം അതെങ്ങനെ ഏത് വ്യക്തിക്ക് ഏത് സമയത്ത് ഏത് രൂപത്തിൽ എങ്ങനെ എപ്പോൾ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, എപ്പോൾ പോകുമെന്നും പറയാൻ പറ്റില്ല.
ഈ പൈസ എന്ന് പറയുന്നത് ആർക്കും നിരന്തരമായി നിൽക്കുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഒരിക്കൽ നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. അതൊരിക്കലും കാശിൻ്റെ മുകളിൽ കളയാതിരിക്കുക. പ്രത്യേകിച്ച് അമ്മ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താ പറഞ്ഞാൽ, നല്ല ബന്ധങ്ങൾ എന്നെന്നും നിലനിൽക്കണമെങ്കിൽ സംസാരിക്കാണ്ട് നമുക്ക് പാര വയ്ക്കുന്ന പൈസയെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാതിരിക്കുക, അല്ലേ? അപ്പോൾ പൈസയും കൊണ്ട് ബന്ധം നശിപ്പിക്കരുത്. ബന്ധം നശിക്കാനുള്ള മെയിൻ കാരണം, ഈ ലോകത്തെ ഏറ്റവും വലിയ ബന്ധം നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അതാണ് പണം. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നമ്മുടെ കൈ ഒരിക്കലും ആകാശം നോക്കരുത്, ഭൂമിയെ നോക്കണം. നമ്മുടെ ഉള്ളം കൈ എപ്പോഴും ആകാശം നോക്കാതെ ഭൂമിയെ നോക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ബന്ധങ്ങൾ ആകാശം പോലെ ഒരുപാട് ഭൂമിയിൽ നിന്ന് അകലെയാണ് ആകാശം. അതുപോലെ എപ്പോഴെങ്കിലും ഒരു മഴ പെയ്ത് ഹായ് ഭൂമിയെ സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ ആവരുത്. അതിൻ്റെ പകരം ഭൂമിയെന്നും അല്ല, കൈ കിടന്ന് ഭൂമിയിലേക്ക് നോക്കട്ടെ, ഭൂമി കൈയിൻ്റെ അടുത്താണെന്നുള്ള ചിന്ത ഉണ്ടാവട്ടെ. നമ്മളൊന്ന് കുമ്പിട്ടാൽ ഈ ഭൂമിയിൽ തൊടാൻ പറ്റും, പക്ഷെ നമ്മുടെ എത്ര ചാടിയാലും ആകാശം തൊടാൻ പറ്റില്ല. അതൊരിക്കലും മറക്കാതിരിക്കും. അപ്പോൾ ഇന്ന് ഇത്ര മതി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്, ഒരിക്കൽ കൂടി.